സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് 36 ഇഞ്ച് ശരീരവണ്ണമുള്ള ഒരാളിൻ്റെ സാരി ബ്ലൗസാണ്. അത് നമ്മൾ ഫ്രണ്ട് പീസ് ക്രോസ് കട്ടാണ്. ഫ്രണ്ട് പീസ് നമ്മൾ ക്രോസായിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്കിലെ പീസാണ്. ബാക്കിലെ പീസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി തുറപ്പില്ലാത്ത വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിരിക്കണം. അപ്പോൾ ഇതിന് 36 ഇഞ്ചാണ് ശരീരവണ്ണം. അതിൻ്റെ കൂടെ 6 ഇഞ്ച് കൂടി കൂട്ടി 42 ഇഞ്ചാണ് വണ്ണം എടുക്കേണ്ടത്. ആ 42ൻ്റെ 4/1 10.5 ഇഞ്ച്. 10.5 ഇഞ്ച് വണ്ണം കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. ഈ 14ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 15 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ഈ വശത്തും 15 ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ഈ പോയിൻ്റ് രണ്ടും കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിലെ കഴുത്താണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം അറിയുന്നതിനാണ്ട് എൻ്റെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ട്. അതിൻ്റെ ഈ പുറകുവശം കണ്ടോ, ബാക്കിലെ പീസ് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ വീതി താഴേന്ന് നമ്മളിങ്ങനെ വെക്കണം. വീഡിയോയിൽ അത് നല്ലതുപോലെ കാണുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം, അപ്പോൾ 7 ഇഞ്ചോ 7.5 ഇഞ്ചോ ആയിരിക്കും അതിൻ്റെ ഇറക്കം. ആ ഇറക്കം നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇറക്കം അടയാളപ്പെടുത്തിയിട്ട് തണ്ട അകൽച്ച 2.5 ഇഞ്ച്. ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അതേ അളവിൽ തന്നെ കൈക്കുഴി അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഇതൊരു ബോക്സ് പോലെ ആക്കണം. ഒരു 7.5 ഇഞ്ചാണ് കഴുത്ത്. ഉണ്ടോ, കഴുത്തിൻ്റെ ഇറക്കം 7.5 ഇഞ്ചാണ്. അതിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ഈ ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ആ കോർണറിൽ നമ്മൾ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം കണ്ടോ. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ വരയ്ക്കണം. ഷേപ്പിനിങ് വരയ്ക്കണം കഴുത്ത്. ക്യാമറ ഒരു സ്വല്പം മാറിപ്പോയി, അതുകൊണ്ടാണ് അതിൻ്റെ ആ എൻഡ് കാണാത്തത് കേട്ടോ. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ. ഇനി ഇതും കൈക്കുഴിയും ഒരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് അതിലും ഈ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിക്കൊണ്ട് ഉണ്ട് ആ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങ് വരയ്ക്കണം ഷേപ്പിന് കണ്ടോ. എന്നിട്ട് ഈ താഴെ അറ്റം 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുകളിലത്തെ വണ്ണം കുറയാതെ ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആ അടയാളപ്പെടുത്തിയ പോയിന്റിലോട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്കിലെ കഴുത്ത് കട്ട് ചെയ്ത്, അത് കഴിഞ്ഞ് ഷോൾഡർ കട്ട് ചെയ്ത്, ആം ഹോൾ കൂടി കട്ട് ചെയ്യാം. ഉണ്ടോ, കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് താഴോട്ടം കട്ട് ചെയ്താൽ മതി. ആ ചരിച്ച് വരച്ച ഭാഗത്തൂടെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ബാക്കിലെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് ഫ്രണ്ടിൽ ക്രോസ് ആയതുകൊണ്ട് ഇനി നമ്മൾ ആ സ്ലീവ് കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷമേ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് 2 സ്ലീവും കൂടെ ഒന്നിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യുക. തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിക്കൊണ്ട് ഒന്നുകൂടി മടക്കും. അപ്പം നമുക്ക് 2 സ്ലീവും കിട്ടും. കണ്ടോ, 2 മടക്കിലാണ് തുണി കിടക്കുന്നത്. അത് ഇനി ഒന്നുകൂടി ഇങ്ങനെ അങ്ങോട്ട് മടക്കും കണ്ടോ. മടക്കിയിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം ഒരു 10.5 ഇഞ്ചാണ് വേണ്ടത്. ഇത് ചെറിയ പഫ് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് ആം ഹോൾ 6 എടുക്കുമ്പോൾ മറ്റേ നമ്മൾ 6ൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചാണ് നമ്മൾ കൈ ലൂസ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചോളം നമ്മൾ കൈ ലൂസ് എടുക്കും. എന്നിട്ട് സ്ലീവിൻ്റെ ഇറക്കം 10.5 ഇഞ്ച്. ഇവിടെ താഴ്വശം
1 ഇഞ്ച് മടക്കിക്കൊണ്ട് മുകളിലോട്ട് ഈ 10-യുടെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടണം. അപ്പം 12 ഇഞ്ച്. പഫായതുകൊണ്ടാണ് 1.5 ഇഞ്ച് കൂട്ടുന്നത്. അപ്പം നമുക്ക് ഈ 10-യുടെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി 12 ഇഞ്ചില്ലേ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് ആകെ വേണ്ട ഇറക്കം 10.5 ഇഞ്ചാണ്. 10.5-യിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് വേണം ഈ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പം 7.5 ഇഞ്ച്. മറ്റേടത്ത് 1.5 ഇഞ്ചും കൂടെ കൂട്ടിയത് പ്ലീറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ കുട പോലെ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 12 ഇഞ്ചും 7.5 ഇഞ്ചും ചേർത്ത് ഇങ്ങനെ ഷേപ്പിൽ വരച്ച് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കൈവണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടത് അതിനേക്കാൾ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അധികം ഇട്ടിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്യുക. ഉണ്ടോ? അങ്ങനെ നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത്. അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ 2 സ്ലീവും ആയി. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളത് ക്രോസിന് വെട്ടുന്നത് കാരണം ഒരു പാറ്റേൺ വെട്ടിയെടുക്കണം നമുക്ക്. അതിനൊരു പേപ്പർ വെച്ചിട്ട്, ന്യൂസ് പേപ്പർ മതി, ഒരു പേപ്പർ വെച്ചിട്ട് ഈ ബാക്കിലെ പീസ് എടുത്ത് അതിൻ്റെ മീതെ വയ്ക്കണം. വയ്ക്കുമ്പോൾ ഈ ബാക്കിലെ പീസിനേക്കാൾ 1 ഇഞ്ച് താഴ്ത്തി ആ പേപ്പർ ഇരിക്കണം. 1 ഇഞ്ച് താഴ്ന്ന് വേണം ആ പേപ്പർ വയ്ക്കാൻ. ഉണ്ടോ? എന്നിട്ട് അതിൻ്റെ ബാക്കിലെല്ലാം ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തണം. ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം മാത്രം നമ്മൾ ഇതിനകത്ത് അടയാളപ്പെടുത്തിയാൽ മതി. കണ്ടോ? ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം 6.25 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ബാക്കി അകൽച്ചയും ആം ഹോളും എല്ലാം അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാക്കിലെ പീസിന് ബോക്സ് പോലെ ആക്കിക്കൊണ്ട് വെട്ടിയതുപോലെ ഫ്രണ്ടിലെ പീസിന് നിങ്ങൾക്ക് ബോക്സ് പോലെ ആക്കിക്കൊണ്ട് വെട്ടാം. ഈ സ്റ്റിച്ചിങ് അറിയാത്തവരാകുമ്പം ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ഷേപ്പ് ചെയ്ത് വെട്ടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ബോക്സ് പോലെ ആക്കുന്നില്ല. ഫ്രണ്ടിലെ നെക്ക് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തങ്ങ് വരയ്ക്കുക കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പം ബോക്സ് പോലെ ആക്കിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ വെട്ടാൻ. ബോക്സ് പോലെ ആക്കിക്കൊണ്ട് 1/2 ഇഞ്ച് ആ കോർണറിൽ നിന്ന് ചരിച്ച് വെച്ചുകൊണ്ട് വെട്ടിയാൽ നല്ല കഴുത്തായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതേ അളവിൽ തന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പാറ്റേൺ വെച്ചുകൊണ്ട് വേണം ക്രോസിന് അങ്ങോട്ട് വെച്ച് വെട്ടാൻ. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ഒരു സ്വല്പം ഇറക്കി വെട്ടണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചുളുങ്ങിക്കിടക്കും. കണ്ടേ? 1/2 ഇഞ്ചോളം ഇങ്ങനെ എടുത്ത് വെട്ടണം. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ ഈ ബെൽറ്റ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അതിന് ഇവിടെ നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒരു 4 ഇഞ്ചോളം മുന്നോട്ട് നീക്കി ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ അറ്റത്ത് 3.25 ഇഞ്ചും അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ പോയിന്റിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. 4, 3, 3.25 വരച്ചിട്ട് കണ്ടോ? അതാ നിങ്ങൾക്ക് ഞാൻ ആദ്യം അങ്ങ് വരച്ച് പോയതാ. കണ്ടേ? ആദ്യം 4 ഇഞ്ച്, പിന്നെ 3 ഇഞ്ച്, പിന്നെ 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ആ അടയാളപ്പെടുത്തി പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വരച്ചാൽ മതി. അപ്പോൾ ആ നല്ല ഷേപ്പ് കിട്ടും. അങ്ങനെ നമ്മൾ ബെൽറ്റ് പീസും കട്ട് ചെയ്തെടുത്ത്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഈ തുണിക്കകത്ത് ഇങ്ങനെ ക്രോസിന് വെച്ച് കൊടുക്കണം. കണ്ടോ? ക്രോസിന് നമ്മൾ ഇത് വെച്ചിട്ട് ഈ പാറ്റേൺ വെച്ചങ്ങ് അതേ അളവിലങ്ങ് കട്ട് ചെയ്താൽ മതി. ക്രോസ് കട്ട് ബ്ലൗസ് ഇടുന്നതാണ് ഏറ്റവും ഭംഗി. ഉണ്ടോ? നെക്ക് അതേപോലെ വെട്ടിയിട്ട്
ഷോൾഡറും ആം ഹോളും എല്ലാം അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പാറ്റേൺ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കട്ടിങ് ഒക്കെ ഈ ക്രോസ് വെട്ടി കഴിഞ്ഞിട്ട് വെട്ടുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് വെട്ടിയാൽ നമുക്ക് ഒരു പാടും ഇല്ല. സാധാ ബ്ലൗസ് വെട്ടുന്നതിൽ എളുപ്പം നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് ഇട്ടാൽ മതി. കമൻറ്റിൽ കൂടി ചോദിച്ചാൽ ഞാൻ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ ഒരു പീസായി. ഇനി ഇതേപോലെ ഇത് വെച്ചിട്ട് അടുത്ത പീസ് കൂടി, അടുത്ത പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബെൽറ്റ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തുണി ഇങ്ങനെ 2 മടക്കിലിടണം. 2 ബെൽറ്റ് പീസ് ഒന്നിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉണ്ട് എടുത്തിട്ട് ഈ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചെടുത്ത് അതിൻ്റെ മീതെ വെച്ചിട്ട് അതേ അളവിൽ തന്നെ ആ പീസിങ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വശത്തേക്കുള്ള 2 പീസാണ്. ഇനി ഇതേപോലെ തന്നെ അടുത്ത വശത്തേക്കുള്ളതും 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 വശത്തേക്കുമുള്ള ബെൽറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ, 4 പീസ്. ഇനി നമുക്ക് വേണ്ടത് ബാക്കിലെ പീസിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള അടിപ്പട്ടയാണ്. അപ്പോൾ അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 ഇഞ്ച് വീതിയിൽ ബാക്കിലെ പീസിൻ്റെ അളവിന് നമ്മൾ ഇത് വെട്ടിയെടുക്കണം. അതിൻ്റെ അടിവശത്ത് വെച്ച് തയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടത്തില്ല വണ്ണത്തിന്. അതുകൊണ്ടാണ് നമ്മൾ 2 പീസ് വെട്ടിയെടുത്തോണ്ട് ഈ ഭാഗത്ത് വെച്ച് തയ്ക്കാൻ വേണ്ടിയത് കേട്ടോ. അത് ചേർത്ത് വെച്ചിട്ട് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നെഞ്ചുപടിയാണ്. അതുകൊണ്ട് ഒരു നെഞ്ചുപടി ഹുക്ക് വെക്കുന്നതിനും ഒരു നെഞ്ചുപടി ഹുക്ക് ഹോൾ വയ്ക്കുന്നതിനും. ഹുക്ക് ഹോൾ വയ്ക്കേണ്ടത് ഒരു 2 ഇഞ്ച് വീതിയിലും ഹുക്ക് വെക്കേണ്ടത് 1 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൂടി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഹുക്ക് വെക്കാനുള്ള 1 ഇഞ്ച് വീതിയിലുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഹുക്ക് ഹോൾ വെക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിലുള്ള പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിന് വയ്ക്കാൻ വേണ്ടി ക്രോസ് പീസാണ്. അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിന് നമ്മൾ പൈപ്പിംഗ് അല്ല വയ്ക്കുന്നത്, അല്ലാതെ തന്നെ ഈ പീസ് 2 മടക്കിൽ അങ്ങോട്ട് വെച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് വെക്കുന്നതിൽ ഈ ഭംഗി അതാ. ആ അരുവിനോട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ അടിപൊളിയാണ് കഴുത്ത്. അപ്പം നമ്മുടെ ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ്. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.